ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ അത്രയും എളുപ്പമായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 2 ഡിഷ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 2 കപ്പ് മൈദയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 4 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം ചേർക്കുക. ഇപ്പം നമ്മൾ മൈദ എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെയാണ് വെള്ളവും ചേർക്കേണ്ടത്. ഇപ്പോൾ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ മൈദയുടെ ഇരട്ടി മുട്ടയും ചേർക്കുക. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം നമ്മുടെ അപ്പം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല അയവിലായിട്ടാണ് നമ്മുടെ മാവുള്ളത്. ഞാനിവിടെ ഈ മാവ് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇതിന് സൈഡ് ഡിഷായിട്ട് നമ്മളിവിടെ മുട്ട മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വരും. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. അടുത്തതായിട്ട് നമ്മൾ അടുപ്പിൽ ഒരു ഇഡലി പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ച് ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇഡലിത്തട്ടിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ട ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആവി വരുന്ന അപ്പച്ചമ്പിൻ്റെ തട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുക, തട്ടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ തട്ടിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ദോശക്കല്ല് ഇതാ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച മാവ് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. എണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി ഇത് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ദോശക്കല്ലിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ദോശക്കല്ലിൽ നമ്മൾ എണ്ണ ആക്കി കൊടുക്കരുത്, ബ്രഷ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഉരുണ്ട് കളിക്കും. ഇതേപോലെ റൗണ്ടായിട്ട് നമ്മുടെ ദോശ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം ഒന്നൊരു മീഡിയം ഫ്ലെയിമാക്കി വെക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ദോശ കരിഞ്ഞു പോകും. നമുക്ക് ഈ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഒരു സൈഡ് നല്ലോണം കുക്കായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും ഒരു ഓയിലും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ദോശ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. ഇതാ നമ്മൾ ഇഡലി പാത്രത്തിൽ വേവിച്ച് വെച്ച മുട്ടയാണിത്. ഇതാ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എഗ് ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചത്, പെരുംജീരകം പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. നമ്മുടെ മുട്ടയിലേക്ക് പുരട്ടാനുള്ള ഒരു വിധത്തിൽ ആക്കിയെടുക്കുക. കുറച്ചും കൂടി വെള്ളം ചേർക്കണം. ഓവറായിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു എഗ് ഫ്രൈയുടെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എല്ലാ പൊടികളും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഓരോന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ മുട്ട ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു മസാലയിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ദോശയും മുട്ട മുളകിട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബാജിക്കറി ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.